ഹദീസ് 39. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من يريد الله به خيرا يصيب منه. ചെറിയ ഹദീസാണ്, പക്ഷേ നല്ല അർത്ഥവത്തായ ഒരു ഹദീസാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബി ഖൈറൻ, അല്ലാഹു തആല ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ യുസ്ഇബു മിൻഹു, അവൻ അല്ലാഹു തആല മുസീബത്തുകൾ നൽകി അവനെ പരീക്ഷിക്കും. അവന് പ്രയാസങ്ങൾ അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ മുതലിൽ, അവൻ്റെ പല വിഷയങ്ങളിലും അല്ലാഹു തആല മുസീബത്ത് നൽകും. അപ്പോൾ എന്താ നൽകുന്നത്? അവനക്ക് ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. മനസ്സിലാക്കുക, ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ പണക്കാരനാക്കുമെന്നല്ല പറഞ്ഞത്, അവനെ വലിയ ബുദ്ധിജീവിയാക്കുമെന്നുമല്ല പറഞ്ഞത്, ഈവൻ അവനെ വലിയ ആലിമാക്കുമെന്നുമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് അവനക്ക് പ്രയാസങ്ങൾ നൽകും, മുസീബത്തുകൾ നൽകും. അതങ്ങനെ തന്നെയാണല്ലോ. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, ഈ ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളവരാരാണ്? പിന്നെ അമ്പിയാക്കന്മാരാണ്. എങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചതാരാണ്? അമ്പിയാക്കന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും ഉത്തമമായ സ്ഥാനം കിട്ടിയത്. അപ്പോൾ എത്രമാത്രം പ്രയാസങ്ങൾ വന്ന് അതിന് ക്ഷമ ഒരാൾ കൈകൊള്ളാൻ സാധിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ച് അല്ലാഹു തആല അവനെ ഉയർത്തും എന്നാണ് നാം ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അയാൾക്ക് കുറേ മുതൽ കൊടുക്കുമെന്നോ, അതല്ലെങ്കിൽ ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അയാൾക്ക് അധികാരം കൊടുക്കുമെന്നോ, അതല്ലെങ്കിൽ അയാൾക്ക് നല്ല ഭംഗി കൊടുക്കുമെന്നോ എന്നൊന്നുമല്ല പറഞ്ഞത്. നമ്മളൊക്കെ സാധാരണഗതിയിൽ ഒരാളെക്കുറിച്ച് ആൾ നല്ല ഉഷാറാണ്, ആൾ നല്ല നീറ്റാണ്, വലിയ ബറക്കത്തുള്ള ആളാണെന്നൊക്കെ എപ്പോഴാണ് പറയുക? അയാൾക്ക് നല്ല ബിസിനസ്സുണ്ട്, അയാൾക്ക് നല്ല ജോലിയുണ്ട്, നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ പറയും അയാൾക്ക് ഭയങ്കര ബറക്കത്തുണ്ട് എന്ന്. കാരണം നമ്മുടെ ഒരു അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അങ്ങനെയാണല്ലോ. ഒരാളുടെ ഉഷാറ്, അയാൾക്ക് നല്ല അറിവ്, നല്ല സമ്പത്ത്, നല്ല ഭംഗി, നല്ല സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അയാൾക്ക് ബറക്കത്തുണ്ടെന്ന് പറയും. എങ്കിൽ അല്ലാഹു തആല ഇവിടെ പറഞ്ഞത് എന്താ? ഒരാൾക്ക് ഖൈർ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളം അയാളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് എന്നല്ല, മറിച്ച് അയാൾക്ക് അല്ലാഹു തആല പരീക്ഷണം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. രോഗമാകാം, അതല്ലെങ്കിൽ നഷ്ടമാകാം, അങ്ങനെ പലതുമാകാം. അതൊക്കെ അയാൾക്ക് വരുമ്പോൾ അയാളത് ക്ഷമിക്കുന്നു. ആ ക്ഷമയിലൂടെ അയാൾ വീണ്ടും അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം അടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ രഹസ്യം.